നമസ്കാരം. ഇസ്രയേലിന്റെ F-35 യുദ്ധവിമാനം വെടിവെച്ചിട്ടെന്ന അവകാശവാദവുമായി ഇറാൻ മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത്. തബരീസ് മേഖലയിൽ ലോക്ക്ഹീഡ് മാർട്ടിൻ F-35 ലൈറ്റ്നിംഗ് 2 യുദ്ധവിമാനമാണ് വെടിവെച്ചിട്ടതെന്ന് ഇറാൻ മാധ്യമങ്ങളെ ഉദ്ധരിച്ച് ഗ്ലോബൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. യുഎസിന്റെ ഏറ്റവും നൂതനവും 5ാം തലമുറയിൽപ്പെട്ടതുമായ യുദ്ധവിമാനമായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. ഇതിന്റെ വില $90 ദശലക്ഷം. ഇസ്രായേൽ ഇറാനിൽ ആക്രമണം തുടങ്ങിയതിനു ശേഷം 2 യുദ്ധവിമാനങ്ങൾ തകർത്തതായും ഒരു വനിതാ പൈലറ്റിനെ പിടികൂടിയതായും ഇറാന്റെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇറാൻ സേന ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല. അതേസമയം യുദ്ധവിമാനം വെടിവെച്ചിട്ടതായിട്ടുള്ള ഇറാൻ മാധ്യമ വാർത്തകൾ ഇസ്രായേൽ നിഷേധിക്കുകയും ചെയ്തു. തങ്ങളുടെ യുദ്ധവിമാനം തകർത്തെന്ന വാർത്ത വ്യാജമാണെന്നും IDF വ്യക്തമാക്കി. ടെഹ്റാനിലെ ഒരു സൈനിക താവളത്തിൽ നിലയുറപ്പിച്ചിരുന്ന 2 F-14 യുദ്ധവിമാനങ്ങൾ തകർത്തതായി ഇസ്രായേൽ വ്യോമസേന അറിയിച്ചു. ഇസ്രായേൽ പ്രതിരോധ സേന എക്സിൽ പോസ്റ്റ് ചെയ്തതനുസരിച്ച് ഇറാനിയൻ വ്യോമാതിർത്തിയിൽ പ്രവർത്തിക്കുന്ന ഇസ്രായേലിൽ ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ വൈദ്യുത നിലയങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഹൈഫയിലെ ബസാൻ റിഫൈനറിയിൽ 3 തൊഴിലാളികളും കൊല്ലപ്പെട്ടു. വടക്കൻ ഇസ്രായേലിൽ അപായ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേൽ ആക്രമണത്തിൽ ഇറാനിൽ 45 പേർ കൊല്ലപ്പെട്ടു. 100-ലേറെ പേർക്ക് പരിക്കേറ്റു. ഇറാന്റെ മിസൈൽ ശേഖരത്തിന്റെ 3-1 തകർത്തെന്ന് സൈന്യം അവകാശപ്പെടുന്നു. അതേസമയം ഇസ്രായേലി നഗരങ്ങളിലേക്കും ഇറാൻ ആക്രമണം നടത്തുകയാണ്. ഹൈഫയും ടെൽ അവീവും അടക്കം നഗരങ്ങളെ ഉന്നമിട്ട് ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. ഇസ്രായേലിലെ ടെൽ അവീവിലും തുറമുഖ നഗരമായ ഹൈഫയിലും പ്രാദേശിക സമയം തിങ്കളാഴ്ച പുലർച്ചെ 4-ഓടെ ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 8 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലുണ്ടായ ആക്രമണത്തിൽ 2 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റു. ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് കോറിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ ഖുദ്സ് സേനയുടെ 10 കമാൻഡ് സെന്ററുകളിൽ ഇസ്രായേൽ ബോംബിട്ടു. ആക്രമണത്തിൽ രഹസ്യാന്വേഷണ വിഭാഗം മേധാവി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് കസേമി ഉൾപ്പെടെ 4 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടിരുന്നു. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് ഒറ്റ ഫോൺ കോളിലൂടെ സാധിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഗ്ചി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചത്. ഈ യുദ്ധം ആരംഭിച്ചത് ഇറാൻ അല്ലെന്നും രക്തചൊരിച്ചിൽ തുടരാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. എന്നാൽ തങ്ങളുടെ രാജ്യത്തെയും ജനങ്ങളെയും അന്തസ്സിനെയും നേട്ടങ്ങളെയും സംരക്ഷിക്കാൻ അവസാനത്തുള്ള രക്തം വരെ അഭിമാനത്തോടെ പോരാടുമെന്നും സയ്യിദ് അബ്ബാസ് അറഗ്ചി വ്യക്തമാക്കി. നിലവിലെ സംഘർഷം അവസാനിപ്പിക്കാൻ US ഇടപെടണമെന്നാണ് ഇറാന്റെ ആവശ്യം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് യുദ്ധം ചെയ്യില്ലെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. വൈകും മുൻപ് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറാകണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറാണെന്ന് തുർക്കി അറിയിച്ചു. ടെൽ അവീവിലും ഹൈഫയിലും മിസൈൽ ഡ്രോൺ ആക്രമണം നടത്തിയെന്ന് ഇറാൻ ദേശീയ ടെലിവിഷനും അവകാശപ്പെട്ടു. ദക്ഷിണ ഇറാനിലെ എണ്ണപ്പാടം ആക്രമിക്കാനുള്ള ഇസ്രായേൽ നീക്കം ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെന്ന് ഇറാനിയൻ വെബ്സൈറ്റ് റിപ്പോർട്ട് ചെയ്തു. അതിനിടെ സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യക്കാർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിലുള്ള ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുകയാണ്. ടെഹ്റാനിൽ നിന്ന് 148 കിലോമീറ്റർ അകലെയുള്ള കോമിലേക്കാണ് ഇന്ത്യക്കാരെ മാറ്റുന്നത്. ടെഹ്റാൻ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സയൻസിന്റെ കെട്ടിടത്തിന് നേരെയുള്ള മിസൈൽ ആക്രമണത്തിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നിസ്സാര പരിക്കേറ്റിരുന്നു. ടെഹ്റാനിലെ വിദ്യാർത്ഥികളടക്കമുള്ള ഇന്ത്യക്കാർ തെക്കൻ നഗരമായ കോമിലേക്ക് മാറണമെന്നാണ് എംബസി നിർദ്ദേശം നൽകിയത്. 1600ഓളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇറാനിലുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രധാന നഗരങ്ങളിൽ ബോംബാക്രമണം തുടരുന്ന സാഹചര്യത്തിൽ ഇറാനിൽ കുടുങ്ങിയ വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ യാത്രയൊരുക്കണമെന്ന് ഇന്ത്യ ഇറാനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇറാൻ തങ്ങളുടെ വ്യോമാതിർത്തി അടച്ചിട്ടിരിക്കുന്നതിനാൽ വിദ്യാർത്ഥികൾക്ക് കര അതിർത്തി ഉപയോഗിച്ച് അസർബൈജാൻ, തുർക്ക്മെനിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലേക്ക് കടക്കാമെന്ന് ഇറാൻ അറിയിച്ചിട്ടുണ്ട്.